ഹായ് ഓൾ, നമസ്കാരം. വെൽക്കം ടു അനോക സ്റ്റോറീസ്. എല്ലാവർക്കും അനോക സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല ടേസ്റ്റിയും ക്രീമി ടെക്സ്ചറിലും നല്ല മണവുമുള്ള ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു ഈസി മട്ടൻ കറി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇതിൻ്റെ ഗ്രേവി പോലും പെട്ടെന്ന് കാലിയാകും. അതുപോലെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം, ഈ വീഡിയോ ഫുൾ ഇരുന്നൊന്ന് കാണുകയും വേണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ഇതിലേക്ക് 1 കിലോ എല്ലോട് കൂടിയ മട്ടൻ കഴുകി വൃത്തിയാക്കാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത്, പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് 1 നാരങ്ങയുടെ നീര്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണേൽ തൈര് കുറച്ച് ചേർക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം, അല്ലെ 1 ടീസ്പൂൺ വിനെഗിരി ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് നാരങ്ങയാണ്. നാരങ്ങ ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആകാനും വേഗം വേകാനും പിന്നെ ഒരു ചെറിയ പുളിക്കുമൊക്കെ. പലരും പലതാണ് ചേർക്കുന്നത്, ഞാനിവിടെ നാരങ്ങയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഈ മസാലയും നാരങ്ങയും ഉപ്പും എല്ലാം എല്ലായിടത്തും പിടിക്കത്തക്ക തരത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കണം, മട്ടനിൽ എല്ലുണ്ട്, കൈ കുത്തി കയറാതെ നോക്കിക്കോണം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ മട്ടൺ ഒരു 6 വിസിലിൽ വേഗം വെക്കണം. എൻ്റെ കുക്കറിൽ 6 വിസിലിൽ വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുക്കറിൻ്റെ പഴക്കവും അതിൻ്റെ വലിപ്പവും പിന്നെ നമ്മുടെ ഇറച്ചിയുടെ വേവ്, ചിലപ്പം മൂപ്പ് കൂടിയ ഇറച്ചിയൊക്കെ ആണെങ്കിൽ കുറച്ചധികം വേവ് വേണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ വേവിച്ചെടുക്കണം. ഇതിലേക്ക് മസാല തയ്യാറാക്കുന്നതിനായിട്ട് 1 സവോള, 1 തക്കാളി, 10-20 ചുവന്നുള്ളി, 1 കുടം വെളുത്തുള്ളി, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, എരിവിന് ആവശ്യത്തിന് ഒരു 6 ചെറിയ പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. സവോളയും കൊച്ചുള്ളിയും ഞാൻ നല്ലപോലെ അരിഞ്ഞാണ് എടുക്കുന്നത്. സവോള അരിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി ചതച്ചെടുത്താൽ മതിയാകും. എങ്ങനെയാണെങ്കിലും സാരമില്ല. ബാക്കി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം. ഞാനൊരു ബ്ലെൻഡറിലിട്ടിട്ട് ചതച്ചിവിടെ എടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയിലാണ് നമ്മുടെ കറിയുടെ ഗുട്ടൻസ് മെയിനായിട്ടിരിക്കുന്നത്. നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാൻ അല്ലെങ്കിൽ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിക്കേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ നമുക്കൊരു ആചാരമാണല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കടുക് പൊട്ടിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഒരു മനസ്സന്തോഷത്തിന് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ചെറിയുള്ളിയും ഈ എണ്ണയിലോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മളിപ്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മട്ടനിലും 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഏതൊരു കറിക്കാണെങ്കിലും പ്രത്യേകിച്ച് നോൺ വെജ് കറികൾക്ക് നമ്മൾ ആ മസാല വഴറ്റുന്നതിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമുള്ളത്. അതിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ മസാലയാണ്. ആ മസാല എത്ര നന്നായിട്ട് വഴറ്റിയെടുക്കാവോ എന്ന് പറഞ്ഞ് കരിഞ്ഞു പോകരുത്. തീ കൂട്ടിയിട്ട് കരിഞ്ഞൊന്നും പോലെ ആ മസാല നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയുടെ പേസ്റ്റ്. കറിവേപ്പില ഞാൻ മുഴുവനായിട്ടും ഇച്ചിരി ഇട്ടു. ബാക്കി ഈ കുട്ടികൾ കിട്ടിയാൽ അത് കളയാറുണ്ട്. അപ്പം വയറ്റിലോട്ട് പോകുന്നത് നല്ലതാണല്ലോ കറിവേപ്പില. അതുകൊണ്ട് ഞാനതൊന്ന് ചതച്ചിടും കേട്ടോ. ഇത്രയും നല്ലപോലെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നിങ്ങൾ വഴറ്റിയെടുക്കണം. ഞാനിത് അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചേർത്താൽ നല്ലതാണ്. ഒരു ചെറിയ തക്കാളി, ഒരുപാട് വലുതല്ല, ഒരു മീഡിയത്തിന് താഴെ വലിപ്പമുള്ളൊരു തക്കാളി. ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് നല്ലപോലെ വേകാൻ വേണ്ടി ഞാൻ വെച്ചു. അതിലേക്ക് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാലയാണെങ്കിൽ 1 ടീസ്പൂൺ, അല്ലെങ്കിൽ മീറ്റ് മസാല 1.5 ടീസ്പൂൺ. ഇത് വിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളമുണ്ട്. ആ വെള്ളമൊന്നും കളയണ്ട. വെന്ത് വെച്ചിരിക്കുന്ന മസാലയിലോട്ട് നമ്മുടെ ഇറച്ചിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. ആ മസാലയുമായിട്ടൊന്ന് ഇരുന്ന് ഒരു 5 മിനിറ്റ് വേകാനുണ്ട്. അപ്പോൾ ഞാൻ ആ വെന്ത കുക്കറിൽ തന്നെ ബ്ലെൻഡർ കഴുകി കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. പച്ചവെള്ളം നമ്മൾ ഈ തിളയ്ക്കുന്ന സമയത്തൊന്നും ഒഴിക്കരുത്. ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിക്കണം. മൊത്തം ഞാനൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ഗ്രേവി എനിക്ക് വേണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ മസാലയും ഇറച്ചിയും നല്ലപോലെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഞാനൊരു അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല തിളയ്ക്കുന്നത് കണ്ടോ. നല്ലൊരു മണമൊക്കെ നമുക്കിപ്പോൾ മൂക്കിലോട്ട് കിട്ടുന്നുണ്ട്. വീണ്ടും ഞാനൊരു 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഗ്രേവിക്ക് ടേസ്റ്റ് കിട്ടാൻ ഞാനൊരു ഐറ്റം ചേർക്കുന്നുണ്ട്. അതാണ് ഇത്. ഒരു 10 കാഷ്യൂ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ട് അത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിന് പകരം ഫ്രഷ് ക്രീം നിങ്ങൾക്ക് ചേർക്കാം. എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല. ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കാഷ്യൂ അതല്ലെങ്കിൽ നമ്മുടെ കശുവണ്ടി ഇത് അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ലപോലെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്നത്. അതാണ് ഇത് ഇത്രയും റേറ്റും വരുന്നത് ഓരോ ഡിഷിനും. ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ച് ഇതിനകത്തോട്ട് ഒഴിക്കണം. കണ്ടോ,
എന്നിട്ട് ആ ബ്ലെൻഡറിലും ആ ജാറും ഒന്ന് കഴുകി ഒന്ന് കളയണ്ട, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതും ഒന്ന് കഴുകി ഊറ്റണം. നമ്മുടെ ഗ്രേവി ഇത്രയേ ആകത്തുള്ളൂ. ഈ സ്റ്റെപ്പ് നിങ്ങൾ മറക്കാതെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് മട്ടൻ കറികളിലും ചിക്കനിലും ബീഫിലും ഒക്കെ. ചിക്കനിലും മട്ടനിലും ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നല്ല മട്ടൻ കറി പാകമായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കണം. ഞാൻ ചേർത്തില്ല, കാരണം എനിക്ക് ഓൾറെഡി നല്ല എരിവുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ ഈ സ്റ്റേജിൽ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഉണ്ടെങ്കിൽ ചേർക്കണം. ഗരം മസാല കുറവാണെങ്കിൽ, മസാല കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും ഈ സ്റ്റേജിൽ ഒരു ടീസ്പൂൺ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി മട്ടൻ കറി. നോക്കിക്കേ എന്ത് വേഗമായിന്ന്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി, പത്തിരി, നെയ്ച്ചോറ്, സാദാ ചോറ്, പൊറോട്ട ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പോകും. ഇതിൻ്റെ ഗ്രേവിക്ക് ഭയങ്കര രുചിയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഞാൻ അത്രയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്നോട് കമൻറ്റിൽ പറയണം. കണ്ടോ എന്ത് ക്രീമിയാണെന്ന് നോക്കിക്കുക അതിൻ്റെ ആ ഗ്രേവി തന്നെ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതിപ്പോൾ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഞാനിന്നിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മട്ടൻ്റെ കുഴപ്പം നിങ്ങൾക്കറിയാമല്ലോ, എല്ല് കൂടുതലാണ്. നോക്കി കഴിക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്